കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളും കൗൺസിലർമാരുമായ അനൂപ് ഡേവിസ് കാട്, മധു അമ്പലപുരം എന്നിവരെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. മുൻമന്ത്രി AC മൊയ്തീനെയും ഒരിക്കൽ കൂടി ED ചോദ്യം ചെയ്യും. എന്തായാലും അതിനായി അധികം വൈകാതെ തന്നെ സമൻസ് അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കൊച്ചിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് ജില്ലയിൽ മുഖ്യമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തയാണ്. കാരണം ശബരിമല മാളികപ്പുറം മേൽശാന്തി തസ്തികയിലേക്കുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. വീണ്ടും ഇന്ന് വിധി ഉണ്ടാകും ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ എന്നതാണ് ഏറ്റവും സവിശേഷത ഉള്ള ഒരു വാർത്തയായി ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി തൃശ്ശൂരിൽ സംസ്ഥാന പട്ടയമേള വൈകുന്നേരമുണ്ട്. തേക്കിൻകാട് മൈതാനിയിൽ വൈകുന്നേരം 3 മണിക്കാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ഈ വാർത്തകളൊക്കെയാണ് ഇന്ന് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നും വരാനിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. രണ്ടാം ഘട്ട അന്വേഷണം കൂടി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ED. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ ഉന്നത നേതാക്കളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നുണ്ട് എന്ന് ED സൂചിപ്പിച്ചിരുന്നു പലതവണയായി. ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിൽ അപ്രകാരം ഉണ്ടാകും. ഇനി കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് കേസിൽ കുടുങ്ങുമെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോർണിംഗ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ നിന്നും ഇന്ന് പ്രധാനമായിട്ടും നൽകുവാനുള്ളത്. രണ്ടാം ഘട്ട അന്വേഷണമാണ് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ED തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട അന്വേഷണത്തിൽ അടക്കം നിരവധി തെളിവുകൾ CPM-നെതിരെ EDക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അത് ഹൈക്കോടതിയിലും PMLA കോടതിയിലും ED വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിയമവിരുദ്ധമായിട്ടുള്ള വായ്പകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിയായിട്ടുള്ള P. രാജീവ് അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വാധീനവും സമ്മർദ്ദവും ചെലുത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നേരത്തെ തന്നെ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, CPM-ന്റെ പാർട്ടി കെട്ടിടങ്ങളുടെ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ രഹസ്യമായിട്ട് കള്ളപ്പണം ഒഴുകിയിട്ടുണ്ട്. 100 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാട് CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ ED പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ രണ്ടാം ഘട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുൻമന്ത്രിയായിട്ടുള്ള AC മൊയ്തീനെ വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച CPM-ന്റെ കൗൺസിലർമാരായിട്ടുള്ള തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായിട്ടുള്ള മധു അമ്പലപുരം, അനൂപ് ഡേവിസ് കാട ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. ഇരുവർക്കുമെതിരെ കൂടുതൽ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇന്ന് അനൂപ് ഡേവിസ് കാടയും മധു അമ്പലപുരത്തിനെയും സമൻസ് അയച്ച് വിളിച്ചു വരുത്തും. ഇന്ന് അവർ ഹാജരാകണമെന്നാണ് ED നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനുശേഷമായിരിക്കും AC മൊയ്തീനെ, ഒപ്പം തന്നെ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള MK കണ്ണൻ, CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എന്നിവരെ ചോദ്യം ചെയ്യുക. കാരണം അനൂപ് ഡേവിസ് കാടയിൽ നിന്നും ഒപ്പം തന്നെ മധു അമ്പലപുരത്തിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പിന്തുടർച്ച എന്നോണം മാത്രമേ AC മൊയ്തീനെയും ഒപ്പം തന്നെ MK കണ്ണനെയും ചോദ്യം ചെയ്യാനാകൂ. അതുകൊണ്ടാണ് ഈ മധു അമ്പലപുരത്തിനെ, അനൂപിനെയും നേരത്തെ വിളിച്ചു വരുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് ED കടന്നിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യുന്ന വേളയിൽ നിരവധി തെളിവുകൾ ED മുന്നോട്ട് വയ്ക്കും. കാരണം ഈ P. സതീഷ് കുമാറുമായിട്ട്, അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള P. സതീഷ് കുമാറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന, അല്ലെങ്കിൽ PR അരവിന്ദാക്ഷനൊപ്പം തന്നെ അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ് അനൂപ് ഡേവിസ് കാട. ഈ അനൂപിനെതിരെ നേരത്തെയും ചില സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. സതീഷ് കുമാറുമായിട്ട് അനൂപിന് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നതിന് തെളിവുകളും മൊഴികളടക്കവും EDക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിലും അനൂപിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. മധു അമ്പലപുരം എന്ന് പറയുന്നത് സതീഷ് കുമാറുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിയ ഒരാളാണ്. മാത്രവുമല്ല, മധു അമ്പലപുരത്തിന്റെ പേരിൽ സതീഷ് കുമാർ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ രേഖകളടക്കം ED കണ്ടെടുത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രേഖകൾ മുൻനിർത്തിക്കൊണ്ടും ആ തെളിവുകൾ മുൻനിർത്തിക്കൊണ്ടുമായിരിക്കും മധു അമ്പലപുരത്തിനെയും ED ചോദ്യം ചെയ്യുക. എന്തായാലും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ രണ്ടാം ഘട്ട അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ EDയുടെ പക്കൽ നിർണായകമായിട്ട്
ആവശ്യപ്പെട്ടുള്ള എല്ലാ തെളിവുകളുമുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ മുൻനിര നേതാക്കളെ കുടുക്കുവാൻ തക്ക തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഇഡിയുടെ അന്വേഷണം മുറുകുന്നത്. AC മൊയ്തീനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അതുകൊണ്ട് തന്നെയാണ് ഇഡി നടത്തുന്നത്. എന്തായാലും ഈ മധു അമ്പലപുരത്തിനെയും അനൂപ് ഡേവിസ് കാർഡേയും ചോദ്യം ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും വിശദാംശങ്ങളും പിന്തുടർന്നുകൊണ്ടായിരിക്കും AC മൊയ്തീനെയും ഒപ്പം തന്നെ MK കണ്ണനെയും ഇഡി ചോദ്യം ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് മധുവിനോടും അനൂപിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു 10-10:30 കൂടി അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും വാർത്തകളായിട്ട് കൊച്ചിയിൽ നിന്നും പ്രതീക്ഷിക്കാം. അനു.